കല്ലുകടിയില്ലാതെ കലോത്സവം മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ കല്ലുകടി ഉണ്ടാകുക ഭക്ഷണത്തിലാണെന്ന് നമുക്കറിയാലോ. ആ കലവറയിൽ ഒട്ടും കല്ലുകടിയില്ല. ഇന്ന് നമുക്ക് കലോത്സവ സ്റ്റുഡിയോയിൽ തുടങ്ങുമ്പോൾ ഈ ഭക്ഷണ കലവറയുടെ ഭക്ഷണത്തിൻ്റെ ചെയർമാൻ ചാർജ് കൂടിയുള്ള ചാലക്കുടി MLA സനീഷ് കുമാർ അദ്ദേഹമാണ് സ്റ്റുഡിയോയിലുള്ളത്. ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിലൊരു പ്രത്യേകതയുള്ളത് ഓരോ തവണയും നമ്മൾ TCV ഒരുപാട് കലോത്സവങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. ഓരോ കമ്മിറ്റിക്കും ചെയർമാന്മാരുണ്ടാവാറുണ്ട്, കൺവീനർമാരുണ്ടാവാറുണ്ട്. കൺവീനർമാർ അധ്യാപക സംഘടനകളുടെ തലപ്പത്തുള്ളവരാകും. ഈ ചെയർമാൻമാർ MLA മാരായിരിക്കും. ഇത്തവണ ഒരു പ്രത്യേകത ഉണ്ട്. ഭക്ഷണ കലവറയിൽ ഊട്ടുപുരയിൽ മുഴുവനായും അതിൻ്റെ ചാർജുള്ള ചെയർമാനായിട്ടുള്ള MLA സനീഷ് കുമാർ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നത്തെ സ്പെഷ്യൽ സാധനങ്ങൾ കൂടി പറയാം. എന്തായി കലവറയിലെ അവസ്ഥ? 24 മണിക്കൂറും പ്രവർത്തിക്കുന്നൊരു കലവറയാണ് തൃശ്ശൂരുള്ളത്. പഴയിടം നമ്പൂതിരിയുടെ രുചിപ്പെരുമ ഏറ്റവും നല്ല രീതിയിൽ തൃശ്ശൂരിലെ ജനങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും പരാതി സാധാരണ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ ഒരു പരാതിയുമില്ലാതെ വരുന്ന എല്ലാവർക്കും തന്നെ നമുക്ക് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ കഴിച്ചവർ ഉച്ചയൂണെന്നല്ല പറയുന്നത്, സദ്യ എന്നാണ് കഴിച്ചവർ പറയുന്നത്. ശരിക്കും സദ്യയാണ്. ഓരോ ദിവസവും വലിയ സദ്യയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. 14,000 പാർട്ടിസിപ്പൻസാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഓരോ ദിവസവും 20,000-ഉം 25,000-ത്തിനടുത്ത് വരെയൊക്കെ ആളുകൾ ഈ ദിവസങ്ങളിൽ വന്നു. പക്ഷെ ഒരാളെയും നമ്മൾ മടക്കി വിടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന്? ഇന്ന് പരിപ്പ് പായസമാണ്. ഓരോ ദിവസവും ആദ്യ ദിവസം ചക്ക പായസമായിരുന്നു, രണ്ടാമത്തെ ദിവസം പാലടപ്രഥമനായിരുന്നു, ഇന്നലെ അടപ്രഥമനായിരുന്നു, ഇന്ന് പരിപ്പ് പായസമാണ്. ശരിക്കും ആ കുട്ടികൾക്ക് വേണ്ടി അവരുടെ രുചി അറിഞ്ഞ് അവരുടെ മനസ്സറിഞ്ഞ് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ഇതിൽ രാഷ്ട്രീയമില്ല. നമുക്കറിയാം രാഷ്ട്രീയത്തിൽ പല എതിർപ്പുകളും പരാതികളൊക്കെ ഉണ്ടായിരിക്കാം. ചാലക്കുടിയിലെ MLA ആയ സനീഷ് കുമാർ UDFൻ്റെ പ്രതിനിധിയാണ്. പക്ഷേ ഇവിടെ ഒട്ടും ഒരു എന്താ പറയുക, ഒരേ മനസ്സോടു കൂടിയാണ് ഈ കലോത്സവം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകും. അദ്ദേഹം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്നത്. കലോത്സവത്തിലൊരു രാഷ്ട്രീയമില്ല. അതെല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ ഈ കലോത്സവത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാവരുടെയും സഹകരണമുണ്ട്. KPSTക്കാണ് ഇത്തവണ നമ്മുടെ ഫുഡിൻ്റെ ചുമതല. ഒരുപാട് അധ്യാപകർ രാപ്പകലില്ലാതെ ഒരു മാസക്കാലത്തെ അവരുടെ ഒരു പരിശ്രമം ഈ കാര്യത്തിലുണ്ട്. ഭക്ഷണം വിളമ്പുന്നത് അധ്യാപകരും അതുപോലെ തന്നെ അധ്യാപക വിദ്യാർത്ഥികളും അടക്കമുള്ള ആളുകളാണ് വിളമ്പുന്നത്. അപ്പോൾ ഒരു വലിയ പണിയാണ് അത്. പക്ഷേ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളില്ലാതെ ഏറ്റവും ഭംഗിയായി തിരക്കൊക്കെ നിയന്ത്രിച്ച് ഏറ്റവും നല്ല രീതിയിലാണ് ഇപ്പോൾ നമ്മൾ ഭക്ഷണശാല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവം അല്ലേ സൂര്യ? അങ്ങനെ കുട്ടിക്കാലത്ത് ഞാൻ ഒരു കലാകാരനല്ല. കലോത്സവം ആസ്വദിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇതിന് മുമ്പ് തൃശ്ശൂർ വന്നപ്പോൾ ആ സമയത്തൊക്കെ സജീവമായിട്ട് സമയത്തുണ്ടായിരുന്നു. ആസ്വദിച്ചിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഇതിലൊരു പ്രശ്നമുണ്ട്. പൂർണ്ണമായിട്ടും ഈ കലവറയിൽ ഊട്ടുപുരയിൽ നിൽക്കുന്നതുകൊണ്ട് ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റ് ഒരു വേദിയിൽ പൂർണ്ണമായി നിൽക്കാൻ കഴിയില്ല അല്ലേ? അല്ല, നമ്മൾ ഉച്ചയ്ക്കാണ് ഏറ്റവും തിരക്ക്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ എല്ലാ അത്യാവശ്യം വേദികളൊക്കെ സന്ദർശിക്കാറ്. ഏതാ ഇഷ്ടപ്പെട്ട ഇനം? ഒരുപാട് ഇനങ്ങളുണ്ട്. ചിലർക്ക് ഇന്നിപ്പോൾ നാടകമുണ്ട്. കഴിഞ്ഞ ദിവസം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ നാടകത്തിൽ സൂചി കുത്താൻ ഇടമില്ലാത്ത രീതിയിൽ തിരക്കായിരുന്നു പറഞ്ഞത്. ഇന്ന് ഹയർ സെക്കൻഡറിയാണ്. അപ്പോൾ അത് കാണാൻ വേണ്ടി സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത്. അതുപോലെ ഒരു ഇനമുണ്ടോ മനസ്സിൽ ഇങ്ങനെ കാണണം? എല്ലാം നമ്മൾ ഒരേപോലെ ആസ്വദിക്കുകയാണ്. കുട്ടികളുടെ ഒരു വലിയ വൈബാണ് തൃശ്ശൂർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മളൊരു ചെറുപ്പത്തിലേക്ക് മാറുന്നൊരു അനുഭവമാണ് നമുക്ക് ഈ വേദികളിലൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത്. കഴിഞ്ഞ തവണ കപ്പ് തൃശ്ശൂരിലേക്കായിരുന്നു. ഇത്തവണ കണ്ണൂരാണ് മുന്നിലുള്ളത്. കണ്ണൂരും കഴിഞ്ഞ് കോഴിക്കോടും കഴിഞ്ഞ് മൂന്നാമതാണുള്ളത്. എന്തായാലും കപ്പ് കിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം അത്രയേറെ പോയിന്റുകൾ വ്യത്യാസമുണ്ട്. പക്ഷേ കപ്പിലല്ലോ കാര്യം. കപ്പ് കിട്ടിയില്ലെങ്കിലും ആ കലോത്സവം ഏറ്റവും ഭംഗിയായി തന്നെ അല്ലേ? തൃശ്ശൂരിലെത്തിയപ്പോൾ തൃശ്ശൂരിൻ്റെ ശരിക്കും ഒരു ആതിഥേയ മര്യാദ അത് ഭക്ഷണത്തിൻ്റെ അടുത്താണെങ്കിലും ഈ കലോത്സവത്തിൻ്റെ വേദികളിലാണെങ്കിലും സ്വീകരണത്തിലാണെങ്കിലും ഒരു ആദ്യം പറഞ്ഞ പോലെ കല്ലുകടിയില്ലാതെ വളരെ ഭംഗിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ തിരക്കുകൾക്കിടയിലാണ്. ഇനിയിപ്പോൾ കലവറ തിരക്കാവാൻ പോവുകയാണ്. അതിനു മുമ്പ് അദ്ദേഹം അങ്ങോട്ട് പോകേണ്ടതുണ്ട്. അതിനിടയിൽ TCV പ്രേക്ഷകരുടെ അടുത്തേക്ക് വന്ന പ്രേക്ഷകർക്കായി സംസാരിച്ച ശ്രീ സനീഷ് കുമാർ ജോസഫിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു.